അഫ്സലിന്റെ അടുത്താണ് എനിക്ക് ചോദിക്കാനുള്ളത്. മാലിന്യ നിർമ്മാർജ്ജനം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടാണ് സൗന്ദര്യവൽക്കരണം ഉണ്ടാവുക അല്ലേ? ഒരു നാടിന്റെ സൗന്ദര്യം ഉണ്ടാവുക, അതിൽ മാലിന്യം ഉണ്ടാവാതിരിക്കുകയാണ് അല്ലേ? അപ്പോൾ നിങ്ങൾ ഒരുപാട് ഫ്ലാറ്റ് ഉണ്ട്, വീടുകളുണ്ട്, ഇവിടെയൊക്കെ നാപ്കിൻ പാഡ്, സാനിറ്ററി നാപ്കിൻസ് ഉണ്ട്, ഒരുപാട് കിടപ്പ് രോഗികളുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്. അപ്പോൾ ഇവരുടെയൊക്കെ നാപ്കിന് എന്താ ചെയ്യുക? ഇത് ഇവിടെ സ്വീകരിക്കുന്നില്ല. ബാക്കി വേണ്ടത്താണെങ്കിലും കൊച്ചിയിലൊക്കെ ഇത് എടുക്കണുണ്ട്, പക്ഷെ ഇവിടെ അത് സ്വീകരിക്കണില്ല. പിന്നെ ഇത് കെട്ടിക്കിടന്ന് ഓരോ വീട്ടിലും കെട്ടിക്കിടക്കുകയാണ്. അപ്പോൾ ഇവിടെയുള്ള ആളുകൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ മനോഹരമായ ബാഗുകളിലാക്കിയിട്ട് ഓരോ വീടിൻ്റെ സൈഡിലും അല്ലെങ്കിൽ ആളില്ലാത്ത സ്ഥലത്തും കൊണ്ടുപോയി ഡംപ് ചെയ്ത് അത് ഈ പട്ടികൾ കടിച്ചു വലിച്ച് അവിടെ മൊത്തം മലിന്യമാക്കി കിടക്കുകയാണ്. അപ്പോൾ ഇതിന് ഈ നമ്മുടെ മുഖ്യമന്ത്രി ഉണ്ട്, നമ്മുടെ MLA ഉണ്ട്, ഇവരൊക്കെ ഇത്രയും കാലം ഭരിച്ചിട്ടും നമ്മുടെ തലശ്ശേരിക്ക് എന്തുകൊണ്ടാണ് നിങ്ങളൊരു മാലിന്യ നിർമ്മാർജ്ജനം, എസ്പെഷ്യലി ഞാൻ ഈ പറയുന്നത് നിങ്ങളുടെ ഈ പാഡുകൾ, കിടപ്പു രോഗികൾ, ഒരുപാട് കിടപ്പു രോഗികളുണ്ട്, ഇവർക്കൊക്കെ പാഡ് വെക്കുകയാണ്. പക്ഷേ ഇതിന് ചോദിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ആൻസർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തിനാണ് പാഡ് വെച്ച് കൊടുക്കുന്നത്, നിങ്ങൾക്ക് തുണി യൂസ് ചെയ്തൂടെ? അപ്പോൾ അമേരിക്കയുടെ അതേ ലെവലുള്ള തലശ്ശേരിയാണ്. അപ്പോൾ തലശ്ശേരിയിൽ ഈ നാറ്റം സഹിച്ചാണോ ഞങ്ങൾ ജീവിക്കേണ്ടത്? പിന്നെ ഈ മാലിന്യങ്ങളൊക്കെ കെട്ടിക്കിടന്ന് ഡംപ് ചെയ്തിട്ടാണ് ഈ ഡ്രൈനേജിലൊക്കെ കിടക്കുന്നത്. അപ്പോൾ ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ ഈ തലശ്ശേരി മൊത്തം വെള്ളക്കെട്ടാണ്. ഈ വെള്ളക്കെട്ടായിട്ട് സാധാരണ മനുഷ്യർക്ക് അതിൽ കാല് വെക്കാൻ പോലും അറുപ്പാകുന്നുണ്ട്. അപ്പോൾ ഇതിന് എന്താണ് നിങ്ങളൊരു പരിഹാരം കണ്ടുവച്ചിട്ടുള്ളത്? ഉത്തരം നൽകണം. അഫ്സൽ, വെള്ളക്കെട്ടും മാലിന്യ നിർമ്മാർജ്ജനം തലശ്ശേരിക്ക് കീറാമുട്ടിയാണോ അഫ്സൽ? നമ്മുടെ തലശ്ശേരിയിൽ മാലിന്യ നിർമ്മാർജ്ജനത്തിൽ മാതൃകാപരമായ ഒട്ടേറെ പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, നേരത്തെ പെട്ടിപ്പാലം വലിയ ചർച്ചാ വിഷയമായിരുന്നു. കേരളമാകെ ചർച്ച ചെയ്ത ഒരു കേന്ദ്രമായിരുന്നു പെട്ടിപ്പാലം. പെട്ടിപ്പാലത്തിപ്പം മാലിന്യം ഡബ് ചെയ്യുന്ന പ്രശ്നം നിലനിൽക്കുന്നില്ല. ഉറവിട മാലിന്യ സംസ്കരണ പദ്ധതിയിലൂടെ ഈ തലശ്ശേരി കേരളത്തിന് തന്നെ മാതൃകയായ ഒരു പ്രവർത്തനം ലോകത്തിന് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഈ മാലിന്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട് നമ്മുടെ സർക്കാർ ഇന്ത്യയിൽ തന്നെ മാതൃകാപരമായ മറ്റൊരു പ്രവർത്തനമാണ് ഹരിതകർമ്മസേന അംഗങ്ങൾ വീടുകളിൽ പോയിക്കൊണ്ട് മാലിന്യങ്ങൾ ശേഖരിച്ച് ശാസ്ത്രീയമായി അത് സംസ്കരിക്കുന്ന ഒരു പ്രവർത്തനം. ഇപ്പം നമ്മൾ ഈ പറയുന്ന പ്ലാസ്റ്റിക്കുകൾ കൃത്യമായി വേർതിരിച്ച് വാങ്ങി അത് ശാസ്ത്രീയമായി നമ്മൾ സംസ്കരിക്കുകയും അത് റീയൂസബിൾ ആക്കുന്ന പ്രവർത്തനത്തിനാണ് നേതൃത്വം കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ നമ്മുടെ നേരത്തെ ഈ പറഞ്ഞ സഹോദരി, ആ സഹോദരിയോട് പറയാനുള്ളത്, നമ്മുടെ കതിരൂർ പഞ്ചായത്തിൽ നമ്മുടെ കുണ്ടുചിറയിൽ, ഞാൻ പറയട്ടെ, കുണ്ടുചിറയിൽ അവിടെ ഈ പറയുന്ന നാപ്കിൻ പാഡ് ഉൾപ്പെടെ അവിടെ ഈ ശാസ്ത്രീയമായ നിലയിൽ കൈകാര്യം ചെയ്യുന്ന ഒരു പദ്ധതിക്ക് നേതൃത്വം കൊടുത്തിട്ടുണ്ട്. ആ പദ്ധതിയുടെ പ്രവർത്തനം ഏതാണ്ട് 80% പൂർത്തിയായിട്ടുണ്ട്. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മെമ്പറായി ഞാൻ നിൽക്കുന്ന സമയത്താണ് അതിൻ്റെ ശിലാസ്ഥാപനം നടന്നിട്ടുള്ളത്. ഏതാനും ദിവസങ്ങൾക്കകം, മാസങ്ങൾക്കകം ഇവിടെ ബഹുമാനപ്പെട്ട നമ്മുടെ അഡ്വക്കേറ്റ് AN ഷംസീർ MLA ആസ്തി വികസന ഫണ്ടിൽ നിന്നാണ് അവിടെ കുണ്ടുചിറ ശ്മശാനത്തോട് ചേർന്ന് ഈ പ്രവർത്തനം നടക്കുന്നത്. ആ കുണ്ടുചിറയിൽ കതിരൂർ ഗ്രാമപഞ്ചായത്തിലെ മാത്രമല്ല തൊട്ടടുത്ത ഗ്രാമപഞ്ചായത്തിലെ ഉൾപ്പെടെയുള്ള നാപ്കിൻ പാഡുകൾ ശാസ്ത്രീയമായ നിലയിൽ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന നടപടി ഉണ്ടാവും എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കാനുള്ളത്. മൂന്ന് മുന്നണികളുടെ പ്രതിനിധികളോട് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ. കാരണം കേരളം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം മാലിന്യ നിർമ്മാർജ്ജനമാണ്. ഇപ്പോൾ തിരുവനന്തപുരത്തുള്ള ഞങ്ങൾക്കൊക്കെ അറിയാം, വിളപ്പിൽ ശാല ചവർ സംസ്കരണ ഫാക്ടറി അല്ല, അത് അടച്ചുപൂട്ടിയതിനു ശേഷം ഇതുവരെ മറ്റൊരു ബദൽ മാർഗം ഉണ്ടായിട്ടില്ല. തലശ്ശേരി കടൽപ്പാലത്തിന്റെ ഓരത്ത് ഏകദേശം ഏത് സർക്കാർ അധികാരത്തിൽ വന്നാലും കുടിവെള്ളത്തിനും വൈദ്യുതിക്കും കൊടുക്കുന്ന അതേ പ്രാമുഖ്യം മാലിന്യ നിർമ്മാർജ്ജനത്തിന് കൊടുക്കണം. വെറുക്കാൻ വേണ്ടി പോയപ്പോ അവിടുത്തെ തലശ്ശേരി കടൽപ്പാലം 2 മണിക്കൂർ കൊണ്ട് നമ്മൾ KSUവിന്റെ നേതൃത്വത്തിൽ തലശ്ശേരി കടൽപ്പാലത്ത് പ്ലാസ്റ്റിക് വെറുക്കാൻ വേണ്ടി പോയപ്പോ 25 ചാക്ക് പ്ലാസ്റ്റിക് അവിടെ കിടന്നിട്ടും അത് ഇനിയും ബാക്കി എന്നുള്ളത് മാത്രമല്ല, വീണ്ടും അവിടെ പ്ലാസ്റ്റിക് കുമിഞ്ഞു കൂടുക. അതിനകത്ത് അവിടെ സന്ധ്യശേഷം ആ സമയത്ത് ടൂറിസ്റ്റുകൾക്ക് അവിടെ ഇരിക്കണമെങ്കിൽ കൊതുകുകടി കൊള്ളാതെ ഇരിക്കാൻ വേണ്ടി പറ്റില്ല. ആ നിലയിൽ ദയനീയമായ ഒരു സ്ഥിതിയാണ് തലശ്ശേരി കടൽപ്പാലം. അതിനൊന്നും മെച്ചപ്പെടുത്താൻ 10 വർഷമായിട്ടും ഇവിടുത്തെ MLA-ക്കൊന്നും സാധിച്ചിട്ടില്ല എന്നോട് ചേർത്ത് വായിക്കേണ്ടതാണ്. ഇതിൽ നിൽക്കുന്ന സ്ഥലത്തിന് വളരെ പ്രത്യേകതയുണ്ട്. നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലത്തിന് ഇവിടുന്ന് ഒന്ന് ക്യാമറ ഒന്ന് തിരിച്ചാൽ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. ഒരു മാലിന്യ സംസ്കരണ പ്ലാന്റ് ഉണ്ട്.
ഖരമാലിന്യ സംസ്കരണ പ്ലാന്റ്. ഇവിടെ കൈമുട്ടുന്ന സഹാക്കന്മാരോട് ഞാനൊരു സത്യം പറഞ്ഞുതരാം. കഴിഞ്ഞ 15 വർഷമായിട്ട് അത് പ്രവർത്തിക്കുന്നില്ല. അതെന്തുകൊണ്ടാണ് പ്രവർത്തിക്കാത്തതെന്നറിയാവോ? ആടെ ഒരു ബിൽഡിംഗ് വന്നതിന് പുതിയത്, അതിന്റെ കൊമേഴ്ഷ്യൽ വാല്യൂ നഷ്ടപ്പെടും എന്നുള്ളത് കൊണ്ട് ഈ അഫ്സലിന്റെ നേതാക്കന്മാർ ഇനിയും അത് നന്നാക്കിയിട്ടില്ല. ഞാൻ പറഞ്ഞതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും എതിരഭിപ്രായം പറയാനുണ്ടാ? ഇവിടുന്ന് കൈമുട്ടുന്ന ആർക്കെങ്കിലും പറയാനുണ്ടാ? ഇത് നോക്കിക്കോ, ഇവിടുന്ന് കണ്ണെത്താ ദൂരത്ത് നിന്ന് ഖരമാലിന്യ സംസ്കരണ പ്ലാന്റ് അത് ഇന്നും നന്നാക്കാതെ കിടക്കുന്നത് ഇങ്ങളെ നേതാക്കന്മാർ കൈക്കൂലി മേടിച്ചിട്ടാണ് എന്ന് പറഞ്ഞാൽ അതിനെ തർക്കിക്കാൻ കഴിയില്ല സഖാക്കളെ. അതൊരു യാഥാർത്ഥ്യമാണ്. അവിടെയുള്ള ആ ബിൽഡിങ്ങിന്റെ പുതിയ ബിൽഡിങ്ങിന്റെ കൊമേഴ്ഷ്യൽ വാല്യൂ നഷ്ടപ്പെടും എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് നിരവധി തവണ കഴിഞ്ഞ 10 വർഷമായി തലശ്ശേരി നഗരസഭാ കൗൺസിലിൽ ഒരു കൗൺസിലർ എന്നുള്ള രീതിയിൽ ഞാൻ ഈ പച്ചക്ക് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്ക് ആർക്കും അത് നിഷേധിക്കാൻ പറ്റില്ല. എന്തുകൊണ്ടാണ് ഖരമാലിന്യ സംസ്കരണ പ്ലാന്റ് ഇവിടെ പ്രവർത്തിക്കാത്തത്? ഇവിടെയുള്ള മാലിന്യങ്ങൾ മുഴുവൻ ഒഴുകിവിടുന്നത് ഈ പുഴയിലേക്കാണ്. മനുഷ്യാവകാശ ലംഘനല്ലേ അത്? ഈ തലശ്ശേരി നഗരത്തിലുള്ള മുഴുവൻ മാലിന്യവും ഈ പുഴയിലേക്കാണ് ഒഴുക്കി വിടുന്നത്. ഈ പുഴ അറിഞ്ഞൂടാത്ത പൊട്ടന്മാര് വർത്താനം പറഞ്ഞിട്ട് കാര്യമില്ല. ഏത് പുഴയാണ് ഇന്നലെ ഈ എരഞ്ഞോളി പുഴ അറിയാത്ത ആരാളുള്ള ഈ നാട്ടില്? ഈ എരഞ്ഞോളി പുഴ അറിയാത്ത ഏത് നാട്ടിലുള്ളത്? ഇവിടെ സമുദ്രനിരപ്പിൽ നിന്ന് താഴ്ന്ന പ്രദേശമാണ് തലശ്ശേരി എന്നും അവിടെ വെള്ളക്കെട്ട് ഉണ്ടായി കഴിഞ്ഞാൽ അത് പുഴയിലേക്ക് ഇറങ്ങി പോകുള്ളൂ എന്നും അറിയാത്ത ഒരാളും ഈ തലശ്ശേരി നഗരത്തിലില്ല. ഇവിടെ പൊതുപ്രവർത്തനം നടത്തുന്ന മുഴുവൻ ആളുകൾക്കും അതറിയാം. ഇവിടെയുള്ള തലശ്ശേരിയിലുള്ള മുഴുവൻ മാലിന്യവും ഒഴുകി പോകുന്നത് എരഞ്ഞോളി പുഴയിലേക്കാണ്. അത് തർക്കിക്കാൻ ആർക്കാ കഴിയുക? അങ്ങനെ ഇല്ല എന്ന് തർക്കിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം കാണിച്ചു തരേണ്ടത് ഈ ഒഴുകി പോകുന്ന മാലിന്യങ്ങളെല്ലാം സംസ്കരിക്കുന്ന ഒരു സംസ്കരണ പ്ലാന്റ് ആണ്. തലശ്ശേരി നഗരത്തിൽ അല്ലെങ്കിൽ തലശ്ശേരി നിയോജക മണ്ഡലത്തിൽ എവിടെയെങ്കിലും ഒരു സംസ്കരണ പ്ലാന്റ്, മാലിന്യ സംസ്കരണ പ്ലാന്റ് ഉണ്ട് എന്ന് നിങ്ങൾ തെളിയിച്ചു കഴിഞ്ഞാൽ വെല്ലുവിളിക്കുകയാണ്. ഇത്രയും ആളുകളുടെ മുന്നിൽ നിന്ന് വെല്ലുവിളിക്കുകയാണ്. തലശ്ശേരി നിയോജക മണ്ഡലത്തിൽ കേരളത്തിലുള്ള പ്രമുഖരായിട്ടുള്ള മുഴുവൻ നേതാക്കന്മാരും പ്രതിനിധീകരിച്ചിട്ടുള്ള തലശ്ശേരി നിയോജക മണ്ഡലത്തിൽ നാളിതുവരെ ഒരു മാലിന്യ സംസ്കരണ പ്ലാന്റ് കൊണ്ടുവരാൻ ഇവർക്ക് സാധിച്ചിട്ടില്ല. എപ്പോഴുള്ള ആവശ്യമായിരുന്നു ഈ ഓവുചാലുകളിൽ നിന്നെല്ലാം ഏകീകരിച്ചുകൊണ്ട് ഒരു മാലിന്യ സംസ്കരണ പ്ലാന്റ് ഉണ്ടാവണമെന്നും ഈ പ്ലാന്റിൽ നിന്ന് ശുദ്ധീകരിച്ചതിന് ശേഷം പുഴയിലേക്ക് ഒഴുക്കി വിടണമെന്നും പ്രകൃതി സ്നേഹികളായിട്ടുള്ള പൊതുപ്രവർത്തകരായിട്ടുള്ള നിരവധി ആളുകൾ നിരവധി തവണ ഈ നാട്ടിൽ ആവശ്യവുമായിട്ട് വന്നതാണ്. ഒരാൾ പോലും തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നുള്ളതാണ് ഇവിടുത്തെ യാഥാർത്ഥ്യം. അഫ്സൽ, തലശ്ശേരിയിൽ മാലിന്യ സംസ്കരണ പ്ലാന്റ് എന്ന് വരും? യാഥാർത്ഥ്യമാകും. ഉറവിട മാലിന്യ സംസ്കരണം എന്ന ഒരു പദ്ധതിക്കാണ് നാം നേതൃത്വം കൊടുത്തിട്ടുള്ളത്. ആ പദ്ധതിയുടെ എങ്ങനെയാണ് മാലിന്യ സംസ്കരണ പ്ലാന്റ് നിർമ്മിക്കാൻ കഴിയുക? നേരത്തെ അവിടെ പെട്ടിപ്പാലത്ത് മാലിന്യം കുന്നുകൂടിയ സമയത്താണ് ആ പ്രദേശത്തെ ജനങ്ങൾക്ക് പ്രശ്നമുണ്ടായത്. ഇപ്പൊ ഏതെങ്കിലും ഒരു പ്രദേശത്ത് മാലിന്യ പ്ലാന്റുമായി പോകുന്ന സമയത്ത് അവിടെ നിന്ന് ഇവരെന്നെ കൊടി പിടിച്ച് എതിർക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ നാളിതുവരെ ബിജെപിയുടെ നേതാക്കന്മാർ മാലിന്യ സംസ്കരണ പ്ലാന്റിനെതിരായി ശബ്ദം ഉയർത്തിയിട്ടില്ല. ഏതെങ്കിലും ഒരു വിഷയം വെറുതെ പറഞ്ഞു പോയാൽ ഇവരെ പോലെയുള്ള ആളുകൾ തന്നെ ഇവിടെ സമരം ചെയ്യുന്ന ശാസ്ത്രീയമായ നിലയിൽ പറയട്ടെ. അതായത് ഇവിടെ ഉറവിട മാലിന്യ സംസ്കരണം എന്ന പദ്ധതിക്കാണ് നേതൃത്വം കൊടുക്കുന്നത്. ഏതെങ്കിലും ഒരു പ്രദേശത്തേക്ക് പ്ലാന്റുമായി പോകുന്ന സമയത്ത് ജനങ്ങൾ എതിർക്കപ്പെടുന്ന ഒരു സാഹചര്യം നമ്മൾ ചുറ്റുവട്ടത്തും കാണുന്നുണ്ട്. അതുകൊണ്ട് പരമാവധി ഉറവിട മാലിന്യ സംസ്കരണവും അതോടൊപ്പം ഹരിത കർമ്മസേനയുടെ നേതൃത്വത്തിൽ പ്ലാസ്റ്റിക് ഉൾപ്പെടെ ശാസ്ത്രീയമായി വേർതിരിച്ചുകൊണ്ടുള്ള മാതൃകാ പ്രവർത്തനമാണ് കേരളത്തിലുടനീളം നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഒരു കാര്യം പറയാം, ഇവർക്ക് ഇങ്ങനെ എന്തെങ്കിലും വർത്താനം പറഞ്ഞു പോവാം. ഇവരിപ്പോ ആ കഷ്ടകാലത്തിന് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഭരണം കിട്ടിയപ്പോ ഇപ്പൊ അവിടെ ഒരു ഉത്സവം നടന്നല്ലോ. ഉത്സവം നടന്ന സമയത്തുണ്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഇവിടെ നമ്മുടെ സംസ്ഥാന സർക്കാർ കേരളത്തിനകത്ത് ഹരിത കർമ്മസേന എന്ന് പറഞ്ഞ ഒരു വലിയ സേനയാണ് ഇവിടെ സൃഷ്ടിച്ചുകൊണ്ട് മാതൃകാ പ്രവർത്തനം നടത്തുന്നത്. കേവലമായി ശാസ്ത്രീയമായ മാലിന്യ സംസ്കരണം മാത്രമല്ല, നിരവധി പേർക്ക് അതിലൂടെ തൊഴിൽ നൽകുന്ന പദ്ധതികൾക്കുൾപ്പെടെ നേതൃത്വം കൊടുക്കുന്നു എന്നുള്ളതാണ് നാം തിരിച്ചറിയേണ്ട ഒരു കാര്യം. ഒറ്റ കാര്യം കൂടി പറഞ്ഞു വെക്കാനുള്ളത്, നേരത്തെ തിരുവനന്തപുരത്തുള്ള ഒരു അമ്പലത്തിലെ ഉത്സവത്തിന് ആറ്റുകാൽ പൊങ്കാലയില് അവിടെ ഭംഗിയായി നടക്കുന്നു വന്നപ്പോ അവിടെയുള്ള പൈപ്പ് ലൈന് പൂട്ടി സഹാക്കന്മാർ ആ പൂട്ടിയപ്പോ 250 ടാങ്കർ ലോറിയിൽ വെള്ളമായിട്ട് സേവാഭാരതിയുടെ പ്രവർത്തകർ അണിനിരന്നു. ആടെ നിട്ടച്ചിട്ട് ഓടി.
പിറ്റേ ദിവസം അവിടെയുള്ള ഡോക്ടർമാർ എല്ലാരെയും കുത്തിരിപ്പുണ്ടാക്കിയിട്ട് വിട്ട് ആ കുത്തിരിപ്പുണ്ടാക്കിയിട്ട് 150-ലധികം ഡോക്ടർമാർ സമരമായിട്ട് മുന്നോട്ട് പോകാന്ന് പറഞ്ഞപ്പോ പിറ്റേ ദിവസം തന്നെ അമൃത ഹോസ്പിറ്റലിലെ ഡോക്ടർമാർ നേരെയായിട്ട് നിന്നു. ഇതെല്ലാം കഴിഞ്ഞപ്പോ പഞ്ചപുച്ഛ മടക്കി ഒരു മൂലക്കിരുന്നു. BJP ഭരിക്കുന്ന ഏതെങ്കിലും ഒരു കോർപ്പറേഷനിലോ നഗരസഭയിലോ സംസ്ഥാനത്തിലോ നിങ്ങൾ എന്ത് വലിയ കുത്തിത്തിരിപ്പുമായിട്ട് വന്നാലും ശരി, ഈ നാട്ടിലുള്ള ജനങ്ങൾക്ക്, ഈ നാട്ടിൽ അഗസ്ഥിതരായിട്ടുള്ള, ഈ നാട്ടിൽ വേദന അനുഭവിക്കുന്ന ആളുകൾക്ക് അവർക്ക് അർഹമായ വികസന പ്രവർത്തനം കൊണ്ടുവരാൻ യാതൊരു മടിയും ഭാരതീയ ജനതാ പാർട്ടി അതിന് നിങ്ങൾ തിരുവനന്തപുരത്തെ നശിപ്പിക്കാൻ ശ്രമിച്ചാലും ശരി, നിങ്ങൾ തലകുത്തി നിന്നാലും തിരുവനന്തപുരത്തിനെ ഒന്നും ചെയ്യാൻ പറ്റൂല. ഇനി ലിജേഷ് പച്ചക്കള്ളെന്ന് പറയാൻ പറ്റില്ല, അതിനേക്കാൾ വലിയ നുണ ഇവിടെ പ്രചരിപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനത്തിനാണ് നേതൃത്വം. അത് പറഞ്ഞോ, നുണ ഏതാന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞതുകൊണ്ട് ഇവിടെ ഈ തലശ്ശേരിയിലേക്ക് തലശ്ശേരിയെ കുറിച്ചാ പറയുന്നത്. ചെറുക്കരയിലേക്ക് വാ, നിങ്ങൾ മാറ്റങ്ങളാണ്, നിങ്ങൾ ഫാമിലി ഹെൽത്ത് സെന്ററിലെ മാറ്റങ്ങളാണ്. PM3 നടപ്പിലാക്കിയിരുന്നുവെങ്കിൽ ആ ചെറുക്കര സ്കൂള് ഏത് നിലയിലുണ്ടാവും നമുക്ക് PM3 നടപ്പിലാക്കിയിരുന്നുവെങ്കിൽ എന്തായിരിക്കും അവിടുത്തെ അവസ്ഥ? എവിടെയൊക്കെ പോവും? ചൂരൽമലയിൽ പോകണം, എവിടെയൊക്കെ പോകണം. ചെറുക്കര ശരി ശരി പറയട്ടെ. PMC ഒക്കെ ശിവൻകുട്ടിയല്ലേ ആടെന്ന് ജമാഅത്തെ ഇസ്ലാമിന്റെ ഓഫീസിൽ നിന്ന് ലവ് ലെറ്റർ വന്ന സമയത്തല്ലേ ഇത് പിൻവലിച്ചത്? ജനങ്ങൾക്ക് അറിയില്ലേ? PMC കിട്ടിയ UP സ്കൂളിന്റെ അവസ്ഥ ഉത്തർപ്രദേശിലെ സ്കൂളുകളുടെ അവസ്ഥ പറയാം. ഒരു ചോദ്യം, ഗുജറാത്തിലെ സ്കൂളുകളുടെ അവസ്ഥ പറയാം. മാധ്യമങ്ങളും നവമാധ്യമങ്ങളും ഉപയോഗിക്കുന്ന ആളുകൾ ഇങ്ങനെ പറഞ്ഞു പോകാതെ പ്ലീസ്. അഫ്സൽ ഒരു കാര്യം പറയട്ടെ. ഓക്കെ, ഒരു മിനിറ്റ് അതിനുശേഷം ചോദ്യം. നമ്മുടെ രാജ്യത്ത് ഈ ഒരു സമീപ കാലയളവിൽ പറയട്ടെ 1,20,000 പൊതുവിദ്യാലയമാണ് അടച്ചുപൂട്ടിയത്. BJP ഭരിക്കുന്ന സ്ഥലത്താ, കോൺഗ്രസ് ഭരിക്കുന്ന സ്ഥലത്താ ഈ PM3 നടപ്പിലാക്കിയിട്ട് 1,20,000 പൊതുവിദ്യാലയം അടച്ചുപൂട്ടിയത്. പിന്നെ നടപ്പിലാക്കുമ്പോ PM3നെ കുറിച്ച് ശിവൻകുട്ടിയോട് ഇത് പറഞ്ഞു കൊടുക്കും. PMCയുടെ കാര്യത്തിൽ ഒരു കാര്യം പറയട്ടെ. PMCയിൽ ഒപ്പുവെക്കാൻ ഈ ശിവൻകുട്ടി തയ്യാറായിരുന്നു, പക്ഷേ പിന്നീട് CPI ഉത്തരമുണ്ട്. ഉത്തരവുണ്ട്, പറയട്ടെ. ഈ PM3 പദ്ധതി എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ ഈ പറയുന്ന പ്രവർത്തനം എന്നറിയോ? PM3യുടെ ഭാഗമായിട്ടുള്ള പ്രവർത്തനം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ സ്കൂളുകളിലെ ഭൗതിക സാഹചര്യം മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ്. നമ്മുടെ സ്കൂളുകളിൽ കെട്ടിടം ഉണ്ടാക്കുക, നമ്മുടെ സ്കൂളിൽ ശൗചാലയം ഇല്ലെങ്കിൽ ശൗചാലയം നിർമ്മിക്കുക, നമ്മുടെ സ്കൂളിൽ ഈ പറയുന്ന ചുറ്റുമതിലില്ലെങ്കിൽ അത് നിർമ്മിക്കുക. നമ്മളിവിടെ PM3യിൽ ഒപ്പുവെച്ച എന്തുകൊണ്ടാണെന്നറിയോ? SSAയുടെ ഭാഗമായി സർവശിക്ഷ അഭിയാന് സാധാരണപ്പെട്ട കുട്ടികൾക്ക് 1,100 കോടി രൂപ ഇവർ പിടിച്ചു വെച്ചപ്പോ കേന്ദ്രം പറഞ്ഞു PM3യിൽ ഒപ്പുവെച്ചാൽ മാത്രമേ ഈ പണം തരൂ എന്നുള്ളത്. സാധാരണപ്പെട്ട നൂറുകണക്കിന് ആയിരക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഈ പണം അവിടെ റദ്ദ് ചെയ്യപ്പെടുന്ന സ്ഥിതിവിശേഷം ഉണ്ടായപ്പോഴാണ് അതിൽ ഒപ്പുവെക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഇത് വേറൊരു കാര്യം, ഈ PM3യുടെ ഭാഗമായി ഈ നമ്മുടെ കേരളത്തിലെ ഒരു മണ്ഡലത്തിലും കെട്ടിടം നിർമ്മിക്കണ്ട,
ശൗചാലയം നിർമ്മിക്കേണ്ട, ഒരു ചുറ്റുമതിലിന്റെ ആവശ്യമില്ല. നമ്മുടെ പൊതുവിദ്യാലയങ്ങൾ എല്ലാം മെച്ചപ്പെട്ടതാണ്. നിങ്ങൾ PM-ശ്രീ നടപ്പിലാക്കേണ്ടത് ഗുജറാത്തിലാണ്, നിങ്ങൾ PM-ശ്രീ നടപ്പിലാക്കേണ്ടത് ഈ ഉത്തർപ്രദേശിലാണ്, നിങ്ങൾ PM-ശ്രീ നടപ്പിലാക്കേണ്ടത് ഈ പറയുന്ന BJP ഭരിക്കുന്ന സംസ്ഥാനത്താണ് എന്നതാണ് എനിക്ക് പറയാനുള്ളത്. 6 ലക്ഷം കോടി രൂപ കടത്തിൽ നിന്നിട്ട് ഈ ഡയലോഗ് അടിക്കുന്നത് എത്രയാ? എത്രയാ? കേന്ദ്ര ഗവൺമെന്റ് എത്രയാ കടം? ഞാൻ കേന്ദ്ര ഗവൺമെന്റിന്റെ കടം കണക്കിലേക്ക് പറ. വന്നതുകൊണ്ട്. കേന്ദ്ര ഗവൺമെന്റിന്റെ കടം എത്രയാ? പറ. പറഞ്ഞോ, എത്രയാന്ന് പറ. പറഞ്ഞോ, നിങ്ങൾ പറ. പറഞ്ഞോ. നിങ്ങൾ പറ. അല്ല, ഞാൻ എത്രയാ? പറയാൻ തുടങ്ങാം. ഞാൻ പറയാം. നിങ്ങൾ പറയുന്നുണ്ടോ? ഞാൻ പറയണോ? ആ, പറ. 200 കോടി 200 അല്ലേ? കോടിയാ? 200 കോടിയല്ലേ? ഇത് ഇത് സഞ്ചിത കടയല്ലേ? ഞാൻ ഇതിനോടൊന്നും മറുപടി എന്റെ പറയുന്നില്ല. ചങ്ങായിയെ 200 ഞാൻ കോടി ഇതിനോട് സഞ്ചിത കടം വന്ന ഞാൻ നിങ്ങളുടെ ഇതിന് സംസ്ഥാനത്തിന്റെ മറുപടി കൂടിയാ. പറയുന്നില്ല. അത് അഫ്സൽ ഞാൻ പറയൂല. ഞാൻ ഇനി ഇതിന് പറഞ്ഞു എന്ന് പറയുന്നതിന്റെ കാരണം എന്താണെന്നറിയാ? ഇത് സഞ്ചിത കട. 10 മിനിറ്റ് മാത്രമേ ശേഷിക്കുന്നുള്ളൂ. ഞാൻ പറഞ്ഞുതരാം. എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ കൃത്യമായ കണക്ക് ചോദിക്കാം. പറഞ്ഞുതരാം. Yes, ഒരു മിനിറ്റ്. അതായത് 2016 ഉമ്മൻചാണ്ടി അധികാരത്തിൽ നിന്ന് പോകുന്ന സമയത്ത് 85,000 കോടി രൂപ ആ. കണക്കിലേക്ക് വരാം. സഖാക്കൾ കേട്ടോ, പോയിരുന്നിട്ട് ഒന്ന് ചാറ്റ് എഴുതി നോക്കി. ഓക്കെ, 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 ആ. 85,000 കോടി രൂപ കടം. ഇപ്പോഴെത്രയാണെന്നറിയാം? ഇപ്പൊ ഈ 2026 പൂർത്തിയാകുന്ന സമയത്ത് അത് 6 ലക്ഷം കോടിയിലേക്ക് എത്തി നിൽക്കും. ഇതെടുത്തു ഇതാ കണക്കെടുത്തും Yes. ചോദിച്ചു നോക്ക്. Okay, ഞാൻ പറഞ്ഞ നികേഷ്, കള്ളാണെങ്കിൽ ഈടെ ചോദിക്ക്. അടുത്ത ഞാൻ പറഞ്ഞ കള്ളാണെങ്കിൽ ഈടെ ചോദിക്ക്. ചോദ്യം. വെറുതെ ആവേശം കാണിച്ചിട്ടൊന്നും Okay, okay, കാര്യമില്ല. ചോദ്യം. ഇവിടെ ഒരാൾ കണക്കുകൾ ചോദിക്കും. കഥ പറയുന്നു, ഒരാൾ ചോദിക്കും. അവിടെ മുന്നിൽ തല കുനിക്കുന്നു. അതാണ് സഖാക്കളുടെ ഗതി. ഓക്കെ, അത്രേ ഉള്ളൂ. ചോദ്യം.